ശബരിമല സ്വർണ്ണമോഷണ കേസിൽ പങ്കജ് ഭണ്ഡാരിയുടെ ജാമ്യ ഹർജി സുപ്രീം കോടതി ഇന്നും പരിഗണിച്ചില്ല. ഹർജി മാർച്ച് 9 പരിഗണിക്കും. കേസിൽ വാദം കേട്ട കോടതി ശബരിമലയിൽ ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്നും പരിഹസിച്ചു. വിവരങ്ങളുമായി റഷീദ് ചേരുന്നുണ്ട്, അബ്ദുൾ റഷീദ് ചേരുന്നുണ്ട് ദില്ലിയിൽ നിന്നും. റഷീദ്, ഏതായാലും വീണ്ടും പങ്കജ് ഭണ്ഡാരി സുപ്രീം കോടതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. നേരത്തെ ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷ തള്ളുകയും ചെയ്തിരുന്നു. അന്നും ചില ചോദ്യങ്ങൾ, അവിടെ സ്വർണ്ണക്കൊള്ള നടന്നതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായ ചില ചോദ്യങ്ങൾ സുപ്രീം കോടതി ചോദിക്കുകയും ചെയ്തു. ഇന്ന് അതിനേക്കാൾ കൂടുതൽ കടുത്ത വിമർശനങ്ങളാണ് ചില ചോദ്യങ്ങളാണ് പരിഹാസ ചുവയോട് ചോദിച്ചിരിക്കുകയും ചെയ്തത്. അതായത് ശബരിമലയിൽ എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്നാണ് സുപ്രീം കോടതി ചോദിച്ചിരിക്കുന്നത്. മറ്റെന്തൊക്കെയാണ് ഇന്ന് ഈ കേസ് പരിഗണിക്കുന്ന വേളയിൽ, ഹർജി പരിഗണിക്കുന്ന വേളയിൽ സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയത്? ശബരിമല സ്വർണ്ണമോഷണ കേസിൽ പങ്കജ് ഭണ്ഡാരിയുടെ ജാമ്യ ഹർജി സുപ്രീം കോടതി ഇന്നും പരിഗണിച്ചില്ല. ഹർജി പരിഗണിക്കുന്നത് മാർച്ച് 9 മാറ്റിയിരിക്കുന്നു. കേസിൽ വാദം കേട്ട കോടതി ശബരിമലയിൽ എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്ന് പരിഹാസിച്ചുകൊണ്ട് ചോദിക്കുകയും ചെയ്തു. വിവരങ്ങളുമായി റഷീദ് ചേരുകയാണ്. റഷീദ്, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കാനുള്ളത്? കോടതി മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? ശബരിമല സ്വർണ്ണമോഷണ കേസുമായി ബന്ധപ്പെട്ട പ്രതികളൊക്കെ തന്നെയും സുപ്രീം കോടതിയെ സമീപിച്ച ഘട്ടത്തിൽ വലിയ വിമർശനം തന്നെയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തിന് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും നിലവിൽ ചെന്നൈ സ്മാർട്ട് വേസ്റ്റ് സിഇഒ പങ്കജ് ഭണ്ഡാരിയുടെ ജാമ്യ ഹർജിയാണ് സുപ്രീം കോടതി ഇന്ന് പരിഗണിച്ചിട്ടുള്ളത്. ഈ ഘട്ടത്തിൽ വലിയ വിമർശനം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ശബരിമലയിൽ ഇനി എന്തെങ്കിലും തരത്തിൽ ബാക്കിയുണ്ടോ എന്നതടക്കമുള്ള ഒരു കടുത്ത വിമർശനമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. ദീപാങ്കൃത അധ്യക്ഷനായിട്ടുള്ള ബെഞ്ചായിരുന്നു ഈ ഹർജി പരിഗണിച്ചിട്ടുള്ളത്. കുറ്റകൃത്യത്തിൽ തനിക്ക് പങ്കില്ലെന്നും നിയമവിരുദ്ധമായാണ് തന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ശരി, അബ്ദുൾ റഷീദാണ് ദില്ലിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.